പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വളരെയേറെ സന്തോഷം തോന്നി. മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ ഈ നട മാത്രമല്ല, താഴോട്ടുള്ള ഓരോ നടയുടെയും പ്രാധാന്യം ഈ ഇടവകക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അത് വളരെ അടുത്തറിയാം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരുന്ന ആളുകൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു കൊണ്ട് അതിൻ്റെ ചരിത്രങ്ങളും എനിക്കറിയാം. അപ്പം നിങ്ങളിന്ന് ഈ പള്ളി നടയിൽ മുറ്റത്തായിരുന്നു കൊണ്ട് മനോഹരമായ കൃതജ്ഞതാബലി അർപ്പണത്തിന് ശേഷം ഈ നടയിലൂടെ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ ഈ വെള്ളിയാഴ്ചയും യാത്ര ചെയ്ത് ഇപ്പോൾ വലിയ ആഴ്ചയ്ക്ക് പ്രവേശിക്കുന്ന ഒരുക്കമായുള്ള വചന സന്ദേശത്തിനായിട്ട് ആയിരിക്കുകയാണല്ലോ. ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, നിങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ്റെ സംസാരത്തിലെ പക്വതയും പാകതയും. എനിക്ക് അച്ഛനെ നേരിട്ട് പരിചയമില്ല, പക്ഷേ അച്ഛൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് നയിച്ചുകൊണ്ട് അവിടെ ആയിരുന്നപ്പോൾ ഞാൻ മണ്ഡലത്തിലെത്തി അച്ഛനെ കണ്ടു, പ്രാർത്ഥിക്കുന്ന ശൈലി കണ്ടു. ഇതുപോലെയുള്ള അജപാലന അനുഭവമുള്ള നല്ല വൈദികർ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്താണ്, അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട മാത്യു ചൂരവടി അച്ഛൻ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും മനോഹരമായ മാതൃകാപരമായ അജപാലന ശുശ്രൂഷ ചെയ്തതോടൊപ്പം തന്നെ ജീവിതത്തിൽ വ്യക്തമായ ദിശാബോധമുണ്ടെന്ന തെളിവാണ് ഇപ്പോൾ സംസാരിച്ച വാക്കുകൾ. അതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം. അതോടൊപ്പം ബഹുമാനപ്പെട്ട ശ്രീയക്കച്ചൻ, യുവ വൈദികർ, അവർ നമ്മുടെ പ്രതീക്ഷയും ഭാവിയുടെ സഭയുടെ വാഗ്ദാനങ്ങളുമാണ്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. പാരിഷ് കൗൺസിലിൻ്റെ വക്താവും സെക്രട്ടറിയുമായിട്ട് മോനച്ചൻ എന്നെ വന്ന് കാണുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം നമ്മുടെ പള്ളിയുടെ കൈക്കാരന്മാരായ സാബു, ജോർജ്, ജോണി തുടങ്ങിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടു. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളെല്ലാവരും മനോഹരമായിട്ട് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ ഒരു ശുശ്രൂഷ നടത്തുന്നു എന്നതിലുള്ള അഭിമാനവും സന്തോഷവും, ഇതിൽ പങ്കെടുക്കുന്ന വഴി ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഫലം എനിക്ക് ലഭിക്കുന്നല്ലോ എന്നുള്ളതിലുള്ള അതിരട്ട സന്തോഷവും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദീപിക നമ്മുടെ സഭയുടെ ധാർമ്മിക മുഖമാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തുടങ്ങിയ തടി കൊണ്ടുള്ള പ്രസ്സിൽ ആരംഭിച്ചതാണ്. നിതിരിക്കൽ മാണിക്യക്കത്തനാർ അത് അതിൻ്റെ പ്രഥമ പത്രാധിപരായിരുന്നു. 1887 ആരംഭിച്ച പത്രമാണ്. 139ാമത്തെ വയസ്സിലേക്ക് ഈ അടുത്ത തിങ്കളാഴ്ച പ്രവേശിക്കുകയാണ്. 139 വയസ്സ് എന്ന് പറയുമ്പോൾ പത്രമുത്തശ്ശിയാണ്. ആ പത്രമുത്തശ്ശി ഇപ്പോഴും ധാർമ്മിക ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അഭിന്യ, പൗത്തിൽ പിതാവ് തുടങ്ങി ഓരോരുത്തരും വലിയ ശക്തമായ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നേതൃത്വം നൽകിയത് കൊണ്ടാണ് ഇന്ന് അത് നിലകൊള്ളുക. അതിന് ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാനതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടും പ്രവർത്തിച്ചപ്പോൾ എത്രമാത്രം ഇതിൻ്റെ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് പിതാക്കന്മാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ കോട്ടയം രൂപതയുടെ വികാരി ജനറലായിട്ട് ശുശ്രൂഷ ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഒരു ദൗത്യത്തിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ തയ്യാറായത്. ആ ദൗത്യത്തിന് വലിയ പിന്തുണ ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഒക്കെ നൽകുന്നത് സന്തോഷകരമാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അച്ഛൻ മനോഹരമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുക. കേരളത്തിലെ എല്ലാ കത്തോലിക്ക രൂപതകളെയും മറ്റെല്ലാ വിഭാഗങ്ങളെയും പുറത്തിണക്കി 2 പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചതാണ്. അത് അച്ഛൻ സൂചിപ്പിച്ചതാണ് എനിക്ക് മനസ്സിലാകുന്നു. ദീപികയോടൊപ്പം സത്യത്തോടൊപ്പം എന്ന മുഖവാചകവുമായി
ഞാൻ പ്രത്യേക താല്പര്യത്തിൽ തുടങ്ങി. അത് തിരുവനന്തപുരത്ത് KCBC പ്രസിഡന്റിനെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് എല്ലാ രൂപതക്കാരോടെ ചേർന്ന് അന്ന് അവിടെ വെച്ച് തന്നെ അഭിനന്ദ ക്ലെമീസ് കാതോലിക്ക ബാബ 500 പത്രങ്ങൾ അവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം പൈസ മുടക്കി അവിടെയുള്ള ആളുകൾ കൊടുക്കാനുള്ള ക്രമീകരണം അറേഞ്ച്മെന്റ്സ് ചെയ്തു. അത് നമ്മൾ എല്ലായിടത്തോട്ടും വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ ദീപികയോടൊപ്പം സത്യത്തോടൊപ്പം എന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി പേര്, നിങ്ങൾ പത്രം വായിക്കുന്നവർക്കറിയാം, അതിലേക്ക് സംഭാവനകൾ നൽകിയിട്ട് ആ ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ട് ഓരോ സ്ഥലത്തും പത്രം പഠിക്കുന്നവർക്കും ഇത് ആവശ്യമുള്ളവർക്കും സൗജന്യമായോ സബ്സിഡിയായോ നൽകുകയാണ്. അതിലേക്ക് തീർച്ചയായും ഇത്ര തീഷ്ണതയുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കമ്മിറ്റി അംഗങ്ങളുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഈ കാര്യത്തിലേക്ക് പങ്കാളികളായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന മുഖപ്രസംഗങ്ങളും മറ്റു മനസ്സിലാക്കിയാൽ എത്രയോ വലിയ കാര്യമാണ് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട കൊച്ചച്ഛനോട്, എനിക്ക് വല്യച്ഛൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസിനെ കുറിച്ച് അറിയില്ല, ഒരു അഭ്യർത്ഥനയുള്ളത് നമ്മുടെ എല്ലാ ദിവസത്തെയും മുഖപ്രസംഗം നമ്മൾ ഓഡിയോ ആയിട്ട് ലഭ്യമാക്കുന്നുണ്ട്. അത് കിട്ടാൻ ഒരു പാടുമില്ല. പ്രത്യേകിച്ച് എനിക്കറിയാം വിജയച്ചൻ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതായതുകൊണ്ട് വിജയച്ചൻ ഇവിടെ ശുശ്രൂഷിത ഇവിടെ എനിക്കറിയാം. അതുകൊണ്ട് അത് കിട്ടാൻ പാടില്ല. അത് ഈ പള്ളിയുടെ ഗ്രൂപ്പിലേക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അനുഭവത്തോടെ കൊടുക്കുകയാണെങ്കിൽ വെറുതെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് കേട്ടാൽ പോലും ഒട്ടനവധി അറിവുകൾ കിട്ടുമെന്ന് മാത്രമല്ല യാഥാർത്ഥ്യം സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇത് സഭയുടെ ജിഹ്വയായതുകൊണ്ട് സത്യമല്ലാത്ത ഒരു കാര്യം ആര് തീരുമാനിച്ചാലും അതിലൂടെ എഴുതി വിടാൻ പറ്റില്ല. കാരണം ചോദിക്കാനും പറയാനും ആളുണ്ട്. അതുകൊണ്ടാണ് ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ വരികയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ മുഖം നമുക്ക് ലഭിക്കും. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അതിൽ ഇടവകയിൽ തീർച്ചയായിട്ടും വലിയ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ദീപികയിൽ വന്ന് തുടക്കം കുറിച്ച ഒരു പ്രോഗ്രാമാണ്. ഔദ്യോഗികമായിട്ട് നമ്മൾ ജന്മദിനത്തിലാണ് തുടക്കം കുറിക്കുക. നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിലെ ഈ കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെ ആര് എവിടെ നമുക്കറിയില്ല, ലഹരിക്ക്, അത് നാനാവിധത്തിലുള്ള ലഹരികൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക്, അത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ദീപികയാണ്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഏത് പ്രശ്നത്തിനും എല്ലാവരെയും കോർത്തിണക്കി ഇടപെടുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് തിരിച്ചറിവോടുകൂടി ദീപിക ചുരുങ്ങിയത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ സംരംഭം ആരംഭം കുറിക്കുകയാണ്. അത് ലഹരിക്കെതിരെ ജനമുന്നേറ്റം എന്നുള്ളതാണ്. അത് സർക്കാരിനെയും രാഷ്ട്രീയ രംഗത്തുള്ളവരെയും ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും എല്ലാ മത നേതാക്കളെയും കോർത്തിണക്കി ഈ സമൂഹത്തിൽ ഒരു തിരിച്ചു വ്യത്യാസമില്ലാത്ത ഒരു വലിയ മുന്നേറ്റത്തിന് അടുത്ത ആഴ്ച ഊർജിതമായി തുടക്കം കുറിക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുകയാണ്. അതിന്റെ പച്ചത് പറയാൻ കാരണം അവസാന സമയത്ത് സൂചിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം, നമ്മുടെ വികാരിയച്ഛൻ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മനോഹരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് അതിയായ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ആദ്യം സംസാരിച്ചത്. നിങ്ങൾ ഈ വെള്ളിയാഴ്ചകളിലെല്ലാം മനോഹരമായി വചനം കേൾക്കുകയായിരുന്നു. ആ വചനം കേൾക്കുന്നതിൻ്റെ തുടർച്ചയായി നിങ്ങൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ഇവിടെ പല ഭാഗങ്ങളിലായിട്ടിരിക്കുന്നവരും നമ്മുടെ വീടുകളിലുള്ളവരും ഉൾപ്പെടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ 40-ാം വെള്ളിയാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. എനിക്കറിയാം, എൻ്റെ അടുത്ത സുഹൃത്താണ് ചങ്ങനാശ്ശേരിയിലെ ബഹുമാനപ്പെട്ട ഗ്രീഗറി ഓണംകുളത്തച്ഛൻ. വളരെ പെട്ടെന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾക്ക് അറിയാവുന്നവരെ, നമ്മുടെ കുടുംബങ്ങളിലെ എത്രയോ പേര് നമ്മിൽ നിന്ന് നിത്യസമ്മാനത്തിനായി യാത്രയായി. അവരൊക്കെ കഴിഞ്ഞ വലിയ 40-ാം വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ പങ്കെടുത്തവരോ അന്നേരം ആ സമയത്ത് ഉണ്ടായിരുന്നവരുമാണ്. നമ്മൾ വീണ്ടും നമുക്ക് ഈ ഒരു വർഷം നമുക്ക് വീണ്ടും ഈ 40-ാം വെള്ളിയാഴ്ചയിലേക്കും വലിയ ആഴ്ചയിലേക്കും പ്രവേശിക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നത് പോലെ ആരാധനക്രമ മത്സരത്തിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മെ വിശുദ്ധീകരിച്ച് തീർത്ഥാടക സമൂഹമായിട്ടും വ്യക്തികളായിട്ടും ദൈവത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുക. അതുകൊണ്ട് നമുക്കിനി എത്ര ദിവസം അവശേഷിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല.
അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാർത്ഥനയിലും പങ്കെടുക്കുമ്പോൾ അത് ദൈവവചനത്താൽ നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെ പങ്കെടുത്തു, 40-ാം വെള്ളിയാഴ്ച പശ്ചാത്തലത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ ഉൾപ്പെടെ നമ്മൾ വചനങ്ങൾ കൊണ്ട് കോർത്തിണക്കി നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണ്ടേ, അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടേക്കുന്നത്? കുർബാനയ്ക്ക് ഏത് ഭാഗത്താ? പുറത്തായതിന്റെ വലിയൊരു അനുകൂല ഘടകം ഇതാ. എന്താ, ഏത് ഭാഗത്താ? ഏതാ? ഓ, വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമുക്ക് നല്ല ലിറ്ററേച്ചർ ഫോർമേഷൻ കിട്ടുന്നതിന് വചന വായന ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഒന്നുകൂടെ കേട്ടു നോക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. കണ്ടോ, അപ്പൊ നമ്മുടെ വചനം കേൾക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ആമുഖ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സഭ നമ്മളെ വചനത്തിലേക്ക് നയിക്കുക. അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ വചനം കേൾക്കുന്നവരാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവർ ആയിത്തീരുവിൻ എന്ന്. തുടർന്ന് ശ്ലീഹാ പറയുകയാണ്, വചനം കേട്ടിട്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാത്തവൻ കണ്ണാടിയിൽ തന്റെ മുഖം കണ്ടിട്ട് മറന്നു കളയുന്നവനെ പോലെ ആയിരിക്കുമെന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടിയിൽ നോക്കാതെ എങ്ങോട്ടേലും പോകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. മുടിയൊക്കെ റെഡിയാക്കി ആണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ കണ്ണാടിയിൽ നോക്കുന്നത് നമ്മുടെ മുഖം ദർശിക്കുന്നതിന് വേണ്ടി. ഇതുപോലെ വചനം കേൾക്കുന്നത് വഴി ജീവിതത്തെ നവീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ്. പരിശുദ്ധി അമ്മ നമ്മുടെ തൊട്ട് അടുത്തുണ്ടല്ലോ. പരിശുദ്ധി അമ്മ വചനം കേട്ടിട്ട് എന്താ മറുപടിയായിട്ട് പറഞ്ഞത്? ദാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പൊ പരിശുദ്ധി അമ്മ കേട്ട ദൈവവചനത്തിന് ഒരു വാക്ക് നൽകി, പ്രത്യുത്തരം നൽകി, മറുപടി നൽകി. നമ്മളും വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന തുടങ്ങി വചനം വായിക്കുന്നത് തുടങ്ങി വചന പ്രഘോഷണമാകാം, സഭാപിതാക്കന്മാരുടെ പ്രബോധനമാകാം, എവിടെയും നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന് വാക്ക് നൽകുവാൻ കഴിയുകയും ആ വാക്ക് നൽകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കഴിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ജീവിത വ്യതിയാനം വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം പ്രായോഗികമായിട്ട് കഴിഞ്ഞ 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം നമ്മളിന്ന് പലരും കടന്നു പോയെങ്കിൽ, നമ്മൾ ഈ 40-ാം വെള്ളിയാഴ്ച ദൈവം ഇടവരുത്തി കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ഈ ദൈവവചനത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും മാറ്റാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്ക് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും കഴിയണം. ഇതെന്നെ ബാധിക്കുന്നതല്ല എന്ന ചിന്ത ഒരിക്കൽ പോലും നമുക്ക് ഉണ്ടാവരുത്. എന്നെ ബാധിക്കുന്നതല്ല ചിന്ത ഉണ്ടായെന്നാൽ നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല. നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ അവനവൻ തന്നെ ഈ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് വ്യത്യാസം വരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ കാര്യം. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമുക്ക് കൃതജ്ഞത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നതിന്റെ പ്രവേശന കവാടത്തിലാണല്ലോ ഓശാന ഞായറാഴ്ച. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കൂടെ സംസാരിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞു, വലിയ ഞായറാഴ്ച തുടങ്ങി എല്ലാ ദിവസവും വചനങ്ങൾ കോർത്തിണക്കി ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രബോധനത്തിലെയും വായനയിലൂടെ എല്ലാം ലഭിക്കുക.
അതനുസരിച്ച് നമ്മൾ വ്യത്യാസം വേണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ വലിയ പ്രത്യേകതയാണ് നമുക്കെല്ലാം എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്. അതിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിനും നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ തന്നെയുണ്ട്. നമ്മൾ സങ്കീർത്തനങ്ങൾ ആലപിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാൻ നന്നായിട്ട്, എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്താം ഈ പശ്ചാത്തലത്തിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ പറയാൻ കാരണം, നമ്മൾ പലപ്പോഴും, എനിക്ക് ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ കാര്യങ്ങൾ വേണേ പറയാം, ഈശോയുടെ സഹനം അങ്ങനെയുള്ള കാര്യം, അതിനേക്കാൾ ഉപരി നമ്മൾ ചുമ്മാ നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്? അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല, മനസ്സിന് വിഷമം, കാര്യങ്ങളെല്ലാം നമുക്ക് വരും. പക്ഷേ നമ്മൾ ദൈവം നമുക്ക് നൽകിയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. എത്ര പേര് നമ്മൾ അറിയത്തില്ലാത്തവരുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും സേവനങ്ങളും ലഭിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ എത്ര പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളെ പ്രസവിച്ച അവസരത്തിൽ പ്രസവമെടുത്ത ആളുകൾ തുടങ്ങിയവർ ആരാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ വളരെ ചുരുക്കം പേർക്കേ പിന്നെ ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണ്ട് പഴയ രീതിയിൽ വീട്ടിലെ രീതിയായിരുന്നപ്പം അവരെ ഒന്നും നമ്മൾക്ക് അറിയാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി നമ്മുടെ അവസാനം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തിരുമ്പി തരുന്ന ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ നിരവധി പേര് അറിയവും കേൾക്കുമില്ലാതെ പരസ്പരം സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്, എത്ര മണ്ടത്തരങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, നമ്മൾ കാണിച്ച എത്ര കുരുത്തക്കേടുകളിൽ ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ദൈവപുത്രൻ കുരിശിൽ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചതിന്റെ ഫലമായി, യേശു തമ്പുരാൻ നമുക്ക് രക്ഷ സ്വന്തമാക്കിയതിന്റെ ഫലമായി നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ദൈവം നമുക്ക് നൽകിയുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ മുൻപിൽ വന്ന് എത്രയോ പേർ അധ്വാനിക്കുന്നു. ഇന്നിവിടെ കഞ്ഞി നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നു. ഈ അടുക്കളയിൽ കിടന്ന് അധ്വാനിക്കുന്നവരുടെ അധ്വാനം ആരും അറിയുന്നില്ല. അതേസമയം ഇത് വിളമ്പാൻ വരുന്നവരെ എല്ലാവരും കാണുകയും ചെയ്യും. അപ്പൊ നമ്മൾ നോക്കി എത്രയോ പേരുടെ പിന്നാമ്പുറത്തിലുള്ള കഠിനാധ്വാനം നമുക്കുണ്ട്. ഞാൻ ഈ വയനാട് ദുരന്തമുണ്ടായ അവസരത്തിൽ എനിക്ക് ഈ പ്രദേശവുമായിട്ടുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ചൈതന്യ പാർശ്വ സെന്ററിൽ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടറായിട്ട് ഞാൻ ഗിരിഗരിയച്ഛനുമായിട്ട് പരിചയം ഉണ്ടാകുന്നത് 15 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമൂഹ്യ പ്രവർത്തന രംഗം പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഈ വയനാട് ദുരന്തമുണ്ടായ അവസരത്തിൽ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. അവിടെ ഡോൺ ബോസ്കോ സ്കൂളിന്റെ വലിയ ക്യാമ്പ്, ആ ക്യാമ്പിൽ 500-600 പേരോളമുണ്ട്. അപ്പൊ രാവിലെ മുതൽ ഇത് ചൂരൽമലയിൽ ഇതിന്റെ സ്ഫോടനം തുടർന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവസ്ഥാനത്ത് നമ്മൾ ഏറ്റവും അകത്ത് കയറി എല്ലാം കാണാനുള്ള ഗവൺമെന്റ് വഴി നമ്മൾ സാധിച്ച് എല്ലാം കഴിഞ്ഞ് ഈ ക്യാമ്പിൽ ചെന്ന് 2-2:30 ആയപ്പോൾ അവിടെ ഊണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രാവിലെ പോലും പോയതായതുകൊണ്ട് 6:30 ആയപ്പോൾ പോയത്, നല്ല വിശപ്പുണ്ട്, അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടില്ലല്ലോ. അപ്പം അവിടെ ഇങ്ങനെ ബെഞ്ചും ഡെസ്കും ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പിൽ അവിടെ ചെന്ന് ഞാനും ഭക്ഷണത്തിലിരുന്ന്, എൻ്റെ കൂടെ വേറെ 3 അച്ഛന്മാരുണ്ടായി. ഞങ്ങൾ വൈദിക വസ്ത്രം ധരിച്ചു തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പന്തിയായിട്ട് ഇരിക്കുവാണ്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു 8-9 വയസ്സ് കാണുന്ന ഒരു പയ്യൻ, അവൻ നമ്മൾ ചെന്ന ഉടനെ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്ന് വിട്ട് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ അവൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. ഞാൻ കുറച്ചുണ്ടിട്ട് നോക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ ചോറെടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചോറ് വായിലേക്ക് വെക്കാതെ നിൽക്കുക. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിയുന്നുണ്ട്. ഞാൻ അതിനോട് ചോദിക്കാനുള്ള ആത്മധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും, അവൻ്റെ അമ്മയാകാം, അപ്പനാകാം, സഹോദരങ്ങളാകാം, ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്. അവൻ ക്യാമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ ആ ഊണെടുത്ത് കയ്യിൽ വെച്ചപ്പോൾ അവൻ അവരെ ഓർത്തു. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം.
നമ്മൾ പലപ്പോഴും നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവില്ലാതെ നമ്മൾ പല കാര്യങ്ങളിലും അഹങ്കരിച്ച് ഇതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് ഇത് അടക്കി ആർക്കും ഒന്നും കൊടുക്കാതെ നമ്മൾ ഒതുക്കി വെച്ച് കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ചുള്ള ബോധ്യം നമ്മെ അനുസ്മരിപ്പിക്കുവാൻ ഈശോയുടെ കുരിശ് മരണം, പീഡാനുഭവം, ഉദ്ധാനം, അതുവഴി സ്വർഗം നമുക്ക് സാധ്യമാണെന്ന ബോധ്യം നമ്മെ നയിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം നമ്മെ സഹായിക്കണം എന്ന കാര്യമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്ത വലിയ ഈ ത്യാഗത്തെ, മനുഷ്യാവതാരം, പീഡാനുഭവം, സ്വർഗം തുറന്നു വന്നത്, അതിനെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സംഘടനയിൽ, നമ്മുടെ പ്രദേശത്ത്, ജോലി സ്ഥലത്ത് നമ്മെ സഹായിച്ചിട്ടുള്ള, നമ്മളെ സഹായിക്കാത്തവരെ ആരാണുള്ളത്? എല്ലാവരും നമ്മെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദിയുള്ളവരാവുക, അവരോടൊക്കെ സ്നേഹമുള്ളവരാവുക, അവരോടൊക്കെ പരിഗണനയുള്ളവരാവുക. അങ്ങനെ പ്രായോഗിക മാനത്തിൽ നന്ദിയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ കഴിഞ്ഞാൽ, അങ്ങനെ പോസിറ്റീവായിട്ട് നന്ദി പറയുന്ന ഒരു കൂട്ടായ്മയായി ഇടവ കൂട്ടായ്മ മാറിയാൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മൾ അതേസമയം എല്ലാത്തിൻ്റെയും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അത് മാത്രമേ നമുക്ക് ബാക്കി കാണുകയുള്ളൂ. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതാണ്, മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്. അത് ഈ മഹാജൂബിലിയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായ കാര്യമാണ്. അതിതാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ പലർക്കുമുള്ള പ്രശ്നം എന്താ? നിരാശപ്പെടുക, പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഡൗൺ ആയി പോവാം. തൊട്ടാവാടി ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കെല്ലാവരും നന്നായിട്ടറിയാം. ചെറിയൊരു കാര്യം മതി, തൊട്ടാവാടി ഉടനെ തന്നെ അതിന് കൂമ്പും അല്ലെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായി പോകും. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ തൊട്ടാവാടിയെ പോലെയാണെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ? എനിക്ക് ആരെങ്കിലും കൂട്ടിനുണ്ടെന്ന ചിന്ത, കൂടെയുണ്ടെന്നുള്ള ചിന്ത എനിക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനായിട്ട് കഴിയണം. നമ്മൾ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വലിയ മരണമാണല്ലോ നമ്മൾ ഈ പറഞ്ഞ നവീൻ ബാബു എന്ന് പറയണ ADM-നെ കുറിച്ച്. അതങ്ങനെ പല കാര്യങ്ങളും കേട്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും മനസ്സിലാകാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു വലിയ ഉദ്യോഗസ്ഥരായിട്ട് ശുശ്രൂഷ ചെയ്ത ആള്, ആ സ്ഥലത്ത് നിന്ന് അയാള് ട്രെയിൻ കയറി പോകുന്ന ഒരു സാഹചര്യം വരുന്ന, സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് മടങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാള് അയാളുടെ കൂടെ അനുയാത്ര ചെയ്യുന്ന ആളായിട്ട് ട്രെയിൻ കയറ്റി വിടാൻ വരെ എന്തായാലും ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നിർബന്ധ ബുദ്ധിയോടെ പോകുന്ന 3-4 പേരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ ഒരു പക്ഷേ ആരുമായിട്ട് അധികം ബന്ധം ഉണ്ടായിരിക്കണമെന്നില്ല, നമുക്ക് ആളെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പരിചയമില്ലാത്ത ഒരാളുടെ കാര്യം പറഞ്ഞത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെടുത്ത് നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് അതിജീവിക്കാൻ കഴിയും. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത്, വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത്, അയൽക്കാരുമായി വഴക്കുണ്ടാക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ തല്ലുകൂടുന്ന സമയത്ത്, ചൂടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാൾ പറയും, പോട്ടെന്നെ, എങ്ങനെ നമ്മൾ ചെയ്യരുത് എന്ന് പറയാൻ നമുക്കൊരാളുണ്ടായെങ്കിൽ അതുണ്ടാവുക എന്നുള്ളതാണ്. ഇതൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാറ്റിനും ഉപരിയല്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. സ്വർഗസ്ഥനായ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, നമ്മൾ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയിൽ വൈദികൻ പ്രാർത്ഥിക്കുന്ന, കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്തുകൊണ്ടെന്നാൽ, സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഈ ഒരു ബോധ്യമില്ലാത്തതാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പല പെരുമാറ്റത്തിലും നമ്മുടെ ഗർവവും ദേഷ്യവും പ്രവർത്തനവും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിലൊരു മാറ്റം വരുന്ന ശൈലിയിലേക്ക് ഈ നോയിമ്പിന്റെ അവസാന ദിവസങ്ങൾ രൂപപ്പെടുത്തിയാൽ അത് നമ്മുടെ പ്രവർത്തനത്തെയും ജീവിതത്തിലെയും ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും അത് കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, ഇടവകയിൽ, പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ, ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന് നന്മകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി നിരാശയില്ലാതെ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ നമുക്കറിയാമല്ലോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥത, നിരാശ നമ്മളെ ബാധിക്കാറുണ്ട്. അസ്വസ്ഥത ഉണ്ടായാൽ എന്താ സംഭവിക്കും നമുക്കറിയാം. ഹെറോദസിന് ഉണ്ണിയേശു ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞത് ഹെറോദസ് അസ്വസ്ഥനായി.
അസ്വസ്ഥനായ ഹെറോദസ് എന്ത് ചെയ്തു? 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളഞ്ഞു. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അത് അപകടത്തിലേക്ക് നയിക്കും, അവിവേകത്തിലേക്ക് നയിക്കും, അത് വലിയ തിന്മയിലേക്ക് നയിക്കും. അപ്പൊ അസ്വസ്ഥത നമ്മുടെ കുടുംബത്തിൽ, അത് ജീവിത പങ്കാളിക്ക് തുടങ്ങി, മാതാപിതാക്കൾക്ക് തുടങ്ങി, മക്കൾക്ക് തുടങ്ങി, ആർക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൂട്ടാളിയായിട്ടുണ്ടാകുന്നതോടൊപ്പം തന്നെ ഈശോ തമ്പുരാൻ പറഞ്ഞ കാര്യം നമുക്ക് പ്രത്യാശ പകരുന്നതാവണം. അതാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇതെല്ലാം കടന്നു പോകും, ഇതെല്ലാം കടന്നു പോകും, നമ്മൾ ഓർക്കണം. അപ്പം എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഈശോ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഈ 40-ാം വെള്ളിയാഴ്ചയും ഇനി വരുന്ന ദിവസങ്ങളും നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട പ്രധാനപ്പെട്ട ചിന്ത ഇതുതന്നെയാണ്. നമ്മുടെ ഹൃദയം ഏത് സാഹചര്യത്തിലും അസ്വസ്ഥമാകേണ്ട ആവശ്യമില്ല. അതിനെ വിശ്വാസത്തിന്റെ തണൽ നിന്ന് നമുക്ക് ബോധ്യത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയാമല്ലോ, എത്രയോ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ മാതാപിതാക്കന്മാർ, അവർ ജീവിതത്തിന്റെ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് അവർ തല്ലിപ്പിരിഞ്ഞില്ല. ഇന്ന് 1-2 പറഞ്ഞ ഉടനെ ഡൈവോഴ്സിലേക്ക് പോവുകയാണ്. അതിന്റെ കാരണം എന്താ? ഈ ഒരു വലിയ മനോഭാവം ഇല്ലാതെ പോകുന്നതിന്റെ അപകടമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ചയോടെ, ക്ഷമയോടെ, കൂട്ടായ്മയോടെ മുൻപോട്ട് പോകുവാൻ, പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ നമുക്ക് വഴിയൊരുങ്ങണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ഒരു ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ഈ 40-ാം വെള്ളിയാഴ്ച നമ്മൾ കുരിശിന്റെ വഴിയിലൂടെ നടന്നപ്പോഴും, ഇനി ഓശാന ഞായറാഴ്ച, വരുന്ന വലിയ ആഴ്ചയിലെ ദിവസങ്ങൾ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഇതെല്ലാം ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് ഈശോയിൽ നിന്ന് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈശോയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശോയുടെ മുഖത്ത് നോക്കി അത് പഠിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അച്ഛനായിട്ട് ഉടനെ ഒരു പള്ളിയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നതിൽ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയാണ്. ഒരു പള്ളിയിൽ വികാരിയായിരുന്നു, ഹൈറേഞ്ചിലെ പശ്ചാത്തലത്തിൽ. ഞാൻ 33-34 വർഷം മുമ്പ് വികാരിയായിരുന്ന സമയത്ത് തണുപ്പുള്ള അന്തരീക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കുന്നും മലയും ഒക്കെയാണ്. ഒരു വീട് കഴിഞ്ഞ്, പ്രത്യേകിച്ച് ഞങ്ങൾ കോട്ടയം രൂപതയുടെ ആകുമ്പം ഒരു വീട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വേറൊരു വീട് കാണുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഊണോ എല്ലാം കിട്ടാൻ സാധ്യത. ഊണൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അച്ഛന്മാരെ സാധാരണ ഉറങ്ങും. 3:30-4 ആകുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ കാലൻ കുടയുമായിട്ട് കാലൻ കുടയായിട്ട് നടക്കാനാകും. അങ്ങനെ കാലൻ കുടയെ കുത്തിപ്പിടിച്ച് ലോവയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന വഴി നമുക്ക് അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, പോകുന്ന വഴി പലരെയും കാണാം, വർത്തമാനം പറയാം. അങ്ങനെ കുറച്ച് നാട്ടിലെ കുറച്ച് വാർത്തകളൊക്കെ വീണ് കിട്ടും. അതിന്റെ വെളിച്ചത്തിൽ അടുത്ത ഞായറാഴ്ച പ്രസംഗം പറയാം. 2, പുതുതായിട്ട് കാണുന്ന ആൾക്കാരുടെ നടക്കുന്ന വഴി വർത്തമാനം പറഞ്ഞ് പരിചയപ്പെടാം. 3-ാമത്തെ കാര്യം നമുക്കൊരു വ്യായാമം കിട്ടും. 4-ാമത്തെ കാര്യം പരമപ്രധാനമാണ്. ഏതെങ്കിലും ഒരു വീട്ടിനെ ലക്ഷ്യം വെച്ചൊക്കെ പോയേക്കുവാണ് ആ വീട്ടിൽ നിന്നത്തെ കാപ്പൂടി നടക്കും. അതുകൊണ്ട് ആ കാര്യം ലാഭമായി മാറും. അങ്ങനെ പല ലക്ഷ്യം വെച്ച് നമ്മൾ പോകുന്ന അവസരത്തിൽ ഒരു 4:30, 4:45, 5 മണിയാകുമ്പം ഏതെങ്കിലും ഒരു വീട്ടിനെ ലക്ഷ്യം വെച്ച് പോവുക. ആ വീടിന്റെ കുത്തുകല്ലൊക്കെ കയറി, ചെറിയ ചെറിയ വീടുകളാണല്ലോ അന്നത്തെ കാലത്ത്, കുത്തുകല്ലൊക്കെ കയറി നമ്മൾ കഷ്ടപ്പെട്ട് കയറി മുകളിലോട്ട് ചെല്ലാറാകുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടായ ഒരു അനുഭവം പറയുന്നത്, വലിയ ചെറിയ വീട്, ഒരു തിണ്ണ കാണും, ഒരു ബെഞ്ച് കാണും, ഒരു പ്ലേസ് പോലെ കാണും, അകത്തോട്ട് ഒരു മുറിയും ചെറിയ അടുക്കളയൊക്കെ കാണും. അപ്പൊ അകത്തുനിന്ന് വലിയ ബഹളം കേൾക്കാം. ഇതത് ഈ പിള്ളേര് സ്കൂളിൽ നിന്ന് വന്നിട്ട് 4-5 പിള്ളേര് കാണും. അവർ വന്ന് കാപ്പ് കുടിക്കാനുള്ള ബഹളമാണ്. നമ്മൾ ഈ പക്ഷിക്കൂട്ടിലെ ബഹളം പോലുള്ള ഭയങ്കര ബഹളമാണ്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ബഹളം കാണാം. അപ്പം ഇവർ എന്തെങ്കിലും പലഹാരം പലഹാരം എന്ന് പറഞ്ഞാൽ നാടൻ സാധനം തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം പുറത്തോട്ട് ചവച്ചോട്ട് ആണ്ട്രാ നമ്മുടെ പുതിയ വികാരിച്ചും വരുന്നുണ്ടോ എന്ന് ഉറക്കം വിളിച്ച് പറയും. അവനൊരു മടിയില്ല, കാരണം ഹൈറേഞ്ച് ഉള്ളവർക്ക് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് യാതൊരു ചമ്മലുമില്ല. അവൻ ഉടനെ വിളിച്ചു, ഉടനെ തന്നെ അടുത്ത ആൾ പറയും, ഈ അച്ഛൻ ഇപ്പം ഇങ്ങനെ വരും, നമ്മൾ കാപ്പിടി സമയത്താണ് വരുന്നതെന്ന് പറയും. ഉടനെ അമ്മച്ചിയും പറയും, അല്ലേലും പറയും, ഈ അച്ഛൻ പറയാതെ വരുന്നത് കഷ്ടം, നമുക്ക് എന്താ കാപ്പി നിങ്ങളെല്ലാം പലഹാരം എല്ലാം നമ്മൾ തീർന്നു പോയി, എന്ത് ചെയ്യും, എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് വനിതാ സമാജത്തിൽ നാണക്കേടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും, ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്താ ഒരു വഴി എന്നൊക്കെ നോക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യും, കാപ്പി എല്ലാവരുടെയും ക്ലാസ്സിലുണ്ട്, കുറേശ്ശെ ഉണ്ടോ എന്ന് നോക്കുക, നമുക്ക് എല്ലാവരും കൂട്ടി വെച്ചാലെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാമെന്ന് പറയും. അപ്പൊ അന്നേരം അതുകൊണ്ട് ഒറ്റ വലിക്കുമാർ തീർത്തിരിക്കും, അല്ലെങ്കിൽ തിന്ന് തീർക്കും. ഉടനെ തന്നെ അച്ഛൻ വന്ന് തിണ്ണെ കയറി കഴിയുമ്പോൾ അമ്മയും ഈ പിള്ളേരുടെ തിണ്ണയിലോട്ട് ഒറ്റ വരവുണ്ട്. ഒന്നും അറിയാം, അച്ഛാ എത്ര നാളായി ഞങ്ങൾ അച്ഛനെ നോക്കിയിരിക്കുന്നു, അച്ഛൻ മറ്റു വീടുകളിലൊക്കെ പോയല്ലോ, ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരാൻ ഇത്ര താമസിച്ചത് എന്തുകൊണ്ടാണ്, ഓരോ ഡയലോഗ് ഉണ്ട്. അപ്പൊ അപ്പനവിടെ കാണിയല്ലോ, വൈകുന്നേരം ആയിരുന്നാൽ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് ഒരപ്പന്മാരും വീട്ടിൽ നിൽക്കാൻ പാടുന്നൊരു നിയമമുണ്ട്, അവർ കവലയിൽ പോയി ഒപ്പ് വെക്കണമെന്നൊരു നിയമമുണ്ട് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് അവർ പോയിരിക്കും. അപ്പൊ അന്നേരം
തിണ്ണ വന്നു കഴിഞ്ഞാൽ തിണ്ണയിൽ ആ അരപ്ലേസിലെ ബെഞ്ച് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ പയ്യ അവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ അകത്തോട്ട് കയറും. ഉടനെ 4-5 പിള്ളേരും വാലെ അകത്തോട്ട് കയറും. അകത്ത് എന്തെങ്കിലും ഒരു പൊതുയോഗം കൂടുന്നുണ്ട്. പൊതുയോഗം. ആ പൊതുയോഗത്തിൽ ആരൊരു അമ്മ പറയും നമുക്ക് എന്നാ ചെയ്യും, നാണക്കേടാവും, എന്നാ ചെയ്യൂടാ, പൈസ ഇല്ലല്ലോടാ. അന്നേരം പറഞ്ഞ് ഒരുത്തം പറയും സാരമില്ല അമ്മ കൊണ്ട് അപ്പനെ പറ്റിച്ച് 100 രൂപ അടിച്ചു മാറ്റി വെച്ചാൽ ഇഞ്ഞി എടുത്തോളം പറയും. അന്നേരം എന്ത് ചോദിച്ചാലും കിട്ടുന്ന അവസരം അവനറിയാം. അവൻ 100 രൂപ മേടിച്ചുകൊണ്ട് പുറകിലത്തെ വാദക്കൂടെ ഓടും. മുമ്പിക്കൂടെ ഓടിയാൽ അപ്പോൾ എന്നിട്ട് അവൻ പോകുന്ന കടയിൽ പോയി കുറച്ച് സാധനം തിന്നും, കുറച്ച് ആരും കൂട്ടുകാർക്ക് കൊടുക്കും, കുറച്ചുകൂടെ പൊത്തി വെക്കും, ബാക്കിയായിട്ട് അവൻ അവിടെ വരും. ഈ സമയത്ത് അമ്മ കാപ്പി ഇടും. കാപ്പി ഇട്ട് കഴിച്ച് അന്നത്തെ കാലത്ത് ഇപ്പോഴും ഓർക്കുന്നു, പൂവുള്ള കപ്പ് അല്ലെ ഗ്ലാസ് അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഫാഷന്റെ കാലം, അത് കിട്ടാനില്ല. അതുകൊണ്ട് ഇത് 2-3 പരമാവധി ഒരു വീട്ടിലുണ്ടാവും. പള്ളി വല്ല പരിപാടിക്കൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്നതൊക്കെ ആയിരിക്കും. അത് മുകളിൽ കയറ്റി വെക്കും, ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അമ്മ മുകളിൽ തട്ടുംപുറത്ത് പോലെ കാര്യം തട്ടുംപുറത്തല്ല, ജസ്റ്റ് മുകളിൽ കയറിയിട്ട് അതൊക്കെ എടുത്ത് കാപ്പി എല്ലാം റെഡിയാക്കും. എന്നിട്ട് ഈ പൂവുള്ള കപ്പും ഗ്ലാസും ഒരിക്കലും അമ്മ പിള്ളേരുടെ കൊടുക്കുകയില്ല. അപ്പൊ കാപ്പി ആയിട്ട് അമ്മ മുമ്പിൽ ആദ്യം ഈ പൂ ആവ് പറക്കുന്ന കാപ്പിയായിട്ട് ട്രെയിനിന്റെ ആദ്യത്തെ എഞ്ചിൻ വരുന്നതിൽ ഇഞ്ഞ വരും. തൊട്ട് പിന്നാലെ ഒരു പാത്രത്തിനകത്ത് പഴമോ ബിസ്ക്കറ്റോ മറ്റോ മേടിച്ചുകൊണ്ട് വന്നത് കുറച്ചോ നിന്ന് കാണും, അതിന്റെ ബാക്കിയായിട്ട് ആവും വരും. തൊട്ടടുത്ത് അടുത്ത കൊച്ചു വരും. ഇങ്ങനെ ഓരോ പാത്രങ്ങളും വരും. എല്ലാം കൂടെ വന്നാലേ അരപ്ലേസിൽ വെക്കാൻ സ്ഥലമുള്ള എല്ലാവരും വെക്കും. എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അമ്മ നേരെ തിരിച്ചു പോകും. അപ്പം പിള്ളേരും വാല തിരിച്ചു പോകും. തിണ്ണയിൽ നിന്ന് അടുക്കളയിലോട്ട് കയറുന്നൊരു വാതൽ ഉണ്ടാവും. നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ആ വാതക്കല് അമ്മ കാതലെ ചാരി നിൽക്കും, ആ പിള്ളേർ ചുറ്റും നിൽക്കും. ഒറ്റ പിള്ളേരും അന്നത്തെ കാലത്ത് ഒപ്പം നീക്കോളാൻ പറഞ്ഞ് ഒരുത്തിന്റെ പേര് വിളിക്കുമ്പം അവൻ ഓടി വന്ന് വാങ്ങുകയോ ഇല്ലയോ. ഇപ്പോഴത്തെ പിള്ളേരാണ് ഓടി വന്ന് വാങ്ങും, അന്നത്തെ കാലത്ത് വാങ്ങിയല്ല. അവൻ നേരെ രണ്ടാമതൊന്നുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ മുകളിലോട്ട് നോക്കും. മുകളിലോട്ട് നോക്കുന്ന ആകാശത്തല്ലേ, അമ്മയുടെ മോന്തയ്ക്കിട്ട് നോക്കും. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചില അമ്മമാർ കണ്ണുരുട്ടി കാണിക്കും. നീ പോയി മേടിച്ച് അച്ഛൻ വിചാരിക്കുന്നത് ഇവിടെ പട്ടിണി കിടക്കുവാണെന്ന്, അച്ഛൻ എന്തെങ്കിലും മിച്ചം വെക്കുവാണെങ്കിൽ പോയി കഴിയുമ്പോൾ കഴിക്കാമട എന്ന അർത്ഥത്തിൽ കണ്ണ് കാണിച്ച് ഉരുട്ടി കാണിച്ച ഒരു കൊച്ചും വന്ന് വാങ്ങിയരാം. വേറെ ചില അമ്മമാർ സ്നേഹപൂർവ്വം കണ്ണ് കാണിക്കും. നീ പോയി മേടിച്ചു, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചു വെച്ച സാധനമാണ്, ഈ കടത്തിനെ കണ്ടിട്ട് ബാക്കി വെക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അവിടെ മേടിച്ചെടുത്താൽ മിടുക്കുന്നിരിക്കും, പോയി മേടിച്ചോടാന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ചാൽ കൊച്ചു വന്ന് വാങ്ങും. ഞാനിവിടെ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഈ കൊച്ചിനറിയാം അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ പറയുന്ന കാര്യം ചെയ്താൽ എനിക്ക് കുഴപ്പമുണ്ടാകും. സ്നേഹമുള്ളവരെ, നമുക്ക് വലിയ ആഴ്ച 40-ാം വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വലിയ ബോധ്യം ഇതാണ്. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയണം. ദൈവം പറയുന്ന കാര്യം ചെയ്താൽ നമുക്ക് വീഴ്ച പറ്റില്ല എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ട്, പക്ഷെ അത് ബോധ്യമാവുന്നില്ല, അല്ലെ പ്രവൃത്തിയിൽ വരുന്നില്ല. അപ്പൊ ദൈവത്തോട് കൂടി യാത്ര ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് നയിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ അനുസ്മരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയട്ടെ. നമ്മുടെ മനുഷ്യബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ഭാഗം ഞാൻ പറയുന്നതാണ്, മനുഷ്യബന്ധങ്ങൾ ഏറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. മനുഷ്യബന്ധങ്ങൾ കൂട്ടിയെടുക്കുവാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം. അത് ബോധപൂർവ്വം ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. നമ്മൾ വേർതിരിവുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ചെറു കുടുംബങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങൾ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണം. മനുഷ്യബന്ധങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഒരു മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങൾ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ഒരു ശൈലിയിൽ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. കുരിശിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലം എന്താ? സ്നേഹമാണ്. സ്നേഹമുണ്ടായതുകൊണ്ടാണ് കുരിശുണ്ടായത്. ഈശോ കുരിശിൽ മരിച്ചത് മനുഷ്യകുലത്തോട് സ്നേഹം തോന്നുകൊണ്ടാണ്. നമ്മൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, അല്ല അത് വേണ്ട ആരുമാകട്ടെ, ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ആൾ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയല്ല, ആളിനെ എടുക്കുന്നതും ഭാരമായിട്ട് തോന്നിയല്ല. നമുക്ക് കാണാറുണ്ട്. ഞാൻ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി വളരെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. 25ഉം 26ഉം വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സ് വരെ ഉള്ള മക്കളെ, അല്ല മകനെ അല്ല മകളെ ചില അമ്മമാർക്ക് എടുത്തുകൊണ്ട് നടക്കുന്ന കാണാം. അവർക്ക് ബലഹീനതയുണ്ടെന്നാൽ പോലും, അതായത് ആ അമ്മയ്ക്ക് ഈ മകനൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ഭാരം തോന്നില്ല. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, അല്ലെങ്കിൽ കാരണവന്മാരുടെ അടുത്ത് അവർക്ക് വേണ്ടി പെരുമാറുന്ന ഒന്നും എനിക്ക് ഭാരമായിട്ട് തോന്നില്ല. സ്നേഹം ഈശോയ്ക്ക് മനുഷ്യകുലത്തോടുണ്ടായതുകൊണ്ട് ഈശോയ്ക്ക് കുരിശ് ഭാരമായിട്ട് തോന്നിയില്ല. ഈശോയ്ക്ക് കുരിശ് ഭാരമായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശുശ്രൂഷ ദൗത്യം നിർവഹിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ ദൗത്യങ്ങൾ ചെയ്യുന്നതാണ്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ജോലിയോട് സ്നേഹമുണ്ടെങ്കിൽ ഭാരമായിട്ട് തോന്നുന്നില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, 70 വയസ്സിനോട് അടുത്ത് പ്രായമുണ്ടാകും. ഇനി ഇച്ചിരി കുറച്ച് പറഞ്ഞാൽ 69 കാണും. അപ്പൊ അച്ഛന്
ആ അച്ഛന് സ്വാഭാവികമായിട്ടും ഈ പ്രാർത്ഥന ചെല്ലുന്ന ദൗത്യം കൊച്ചച്ഛനെ വേണമെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇത്രയൊക്കെ എനിക്ക് പ്രായമായില്ലെന്നു. പക്ഷേ അച്ഛൻ ആ പ്രാർത്ഥന ചെല്ലുന്നത് ഭാരമായിട്ട് തോന്നിയില്ല. അത് അച്ഛന് ദൈവജനത്തിന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയാക്കി മാറ്റി. ഇത് ഓരോ മാതാവിനും പിതാവിനും ഓരോ കുടുംബത്തിലുള്ളവർക്കും ഓരോ കാര്യം ചെയ്യുമ്പോഴും തോന്നേണ്ട കാര്യമാണ്. ഈശോയ്ക്ക് കുരിശ് ഭാരമായില്ല. കാരണം കുരിശ് സ്നേഹത്തിന്റെ പുറത്ത്, മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഈശോ ചുമന്നതാണ്. രണ്ടാമത്തെ കാര്യം, സ്നേഹമുണ്ടെങ്കിൽ ലാഭം നോക്കാതെ പ്രവർത്തിക്കും. ഈശോയുടെ കാര്യം എടുത്ത് എന്ത് ലാഭം കിട്ടി? ഈശോയ്ക്ക് ഒരു ലാഭവും ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ലാഭവും നഷ്ടവും നോക്കിയാണ് എല്ലായിടത്തും എല്ലാവരും പ്രവർത്തിക്കുന്നത്. അത് നമുക്കറിയാം. നമ്മൾ എല്ലാ തലങ്ങളിലും അങ്ങനെയായി, സഭയിലും അങ്ങനെയായി, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലും നമ്മൾ ഏത് കാര്യം വരുമ്പോഴും ലാഭമുണ്ടോ എന്ന് അറിയാതെ നോക്കി പോവുക. അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. മറ്റേ നമുക്ക് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ നമുക്കറിയാമല്ലോ, അയൽവക്കത്തുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ലാഭം നോക്കിയിട്ടല്ല. ചക്കയുള്ള വീട്ടിൽ നിന്ന് ചക്ക കൊടുക്കുന്നു, അപ്പുറത്ത് മാങ്ങ ഇങ്ങോട്ട് കിട്ടുന്നു. അത് കൃത്യം കണക്ക് നോക്കി ലാഭം നോക്കിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. അത് പങ്കുവയ്ക്കലിന്റെ വലിയൊരു അന്തരീക്ഷമാണ്. അവിടെ കണക്ക് പറയുന്ന രീതിയല്ലായിരുന്നു. അപ്പൊ ലാഭം നോക്കുന്നത് സ്നേഹമില്ലാത്തിടത്താണ്. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ അളവ് വെച്ചിട്ട് ഞാനാണോ കൂടുതൽ ത്യാഗം ചെയ്തെന്ന് കണക്ക് കൂട്ടി അതിന് ഒപ്പം അല്ലെങ്കിൽ ലാഭം പറയുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ അളവ് കുറവുണ്ട്. ആരാണ് കൂടുതൽ വരുമാനം കൊണ്ടുവന്ന് നോക്കിയിട്ട് അത് കണക്ക് കൂട്ടി തർക്കം പറയുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ കുറവുണ്ട്. അപ്പൊ ലാഭമുണ്ടോ എന്ന് നോക്കുന്ന മക്കൾ, അപ്പൻ അമ്മ എനിക്ക് വീതം വെച്ച് വന്നപ്പോൾ അത് ലാഭമുണ്ടോ അല്ലെങ്കിൽ നഷ്ടമുണ്ടോ എന്ന് നോക്കുന്നവര് ഇപ്പൊ സ്നേഹമില്ല. അപ്പൊ സ്നേഹമില്ല, അത് വെറും കച്ചവടമാണ്. അതുകൊണ്ട് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ദേവാലയം. സ്നേഹത്തിന്റെ അടിസ്ഥാനം, കാരണം വിശുദ്ധ കുർബാനയാണ് നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വരുമ്പോഴും ലാഭവും നഷ്ടവും നോക്കി ചെയ്യുന്നുവെങ്കിൽ അത് ദേവാലയത്തോട് സഭയോട് സ്നേഹമില്ല എന്നുള്ളത് തെളിവാണ്. കുടുംബത്തിലും ഇത് തന്നെ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരാൾക്കും ലാഭം നോക്കി ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവബന്ധത്തിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ലാഭം നോക്കിയാകരുത്. അവസാനത്തെ പോയിന്റ് ഇവിടെ പറഞ്ഞോളാം. അത് ഈ സ്നേഹത്തിന്റെ മൂന്നാമത്തെ കാര്യമാണ്. നമുക്ക് സ്നേഹമുള്ളിടത്ത് ഒരിക്കലും പരാതി പറയല. സ്നേഹമുണ്ട പരാതി പറയല. നമ്മൾ എന്തിനാ പരാതി പറയുന്നത്? ചിലരെന്താ പറയുക, എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോൾ പുറകുറുക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത്രയും ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്നാ കിട്ടിയെന്ന് പറഞ്ഞ് പറയേണ്ട കാരണം എന്താ? ആ ചെയ്യുന്ന കാര്യത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും പരാതി പറയല. വീണ്ടും ഞാൻ ഇഷ്ടംപോലെ കഥകൾ വേണേൽ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ചില സമയം ഉള്ളത് കൊണ്ട് ചില നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ടും ഗൗരവമായിട്ട് അങ്ങ് പറഞ്ഞേക്കാന്ന് പോയതാ. അപ്പം ഒരു ആശ്രമത്തിൽ ഒരു ചെറുപ്പക്കാരൻ സന്യാസിയായിട്ട് ചേരാനായിട്ട് ചെന്നു. അവിടുത്തെ കർശന നിയമങ്ങളെല്ലാം അവനോട് പറഞ്ഞു. എല്ലാ കർശന നിയമവും അവൻ കേട്ടു. അവസാനത്തെ കർശന നിയമം പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, പരിപൂർണ നിശബ്ദതയായിരിക്കണം. ഒരു വർഷം 2 വാക്ക് മാത്രമേ അവിടെ സംസാരിക്കാൻ അനുവാദം കിട്ടുകയുള്ളൂ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നിശബ്ദരായിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിശബ്ദരായിരിക്കാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗമാണ്. ഇപ്പോഴത്തെ യുവജനങ്ങൾ കുറെ പേര് നിശബ്ദരാണ്. കാരണം അവർ മുഴുവൻ സമയം തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതെ കുത്തിയിരിക്കുക. അതല്ലേ ഉദ്ദേശിക്കുന്നത്. സദാ ചലച്ചുകൊണ്ടിരിക്കുന്ന രീതിയല്ല നിശബ്ദത. ദീപികയിൽ ഒരു ലേഖനം അതിനെക്കുറിച്ചുണ്ട്. നിശബ്ദത ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നിനക്ക് 2 വാക്ക് മാത്രമേ സംസാരിക്കാൻ അനുവാദം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. അവൻ ഒരു വർഷം മുഴുവൻ പരിശീലനം പൂർത്തിയാക്കി മിണ്ടാതെ ഇരുന്നു. ഒരു വർഷം പൂർത്തിയായി. അത് കഴിഞ്ഞ് ആശ്രമ ശ്രേഷ്ഠന്റെ അടുത്ത് ചെന്നു, ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് 2 വാക്ക് പറയാൻ ഇപ്പോൾ അനുവാദമുണ്ട്, ഒരു വർഷം കൂടിയും. അവൻ 2 വാക്ക് മാത്രം പറഞ്ഞു, ഭക്ഷണം മോശം. ഒരു വർഷം മുഴുവൻ മിണ്ടാതിരുന്നിട്ട് 2 വാക്ക് പറയാൻ കിട്ടിയപ്പം അവൻ പറഞ്ഞ് ഭക്ഷണം മോശം. 2ാമത്തെ വർഷത്തെ പരിശീലനം നടന്നു. അതിങ്ങനെ തുടർന്നു പോയി. അത് 2ാമത്തെ വർഷം പൂർത്തിയാക്കി. അന്നേരം ഇതുപോലെ തന്നെ ആശ്രമ ശ്രേഷ്ഠൻ പറഞ്ഞു, ഇനി നിനക്ക് 2 വാക്ക് വീണ്ടും പറയാൻ അവസരം കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞു. അവൻ 2 വാക്ക് മാത്രം പറഞ്ഞു, കിടക്ക കൊള്ളില്ല, കിടക്കാൻ കിട്ടിയ സൗകര്യം മോശമെന്ന് പറഞ്ഞു. 2 വാക്കേ പറഞ്ഞുള്ളൂ. 3ാമത്തെ വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് അവനോട് പറഞ്ഞു, നിനക്ക് 2 വാക്ക് വീണ്ടും പറയാൻ അവസരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ബാഗ് എടുത്ത് തോളയിലിട്ടിച്ച് 2 വാക്ക് പറഞ്ഞു, ഞാൻ പോകുന്നു. അവന് വിട്ടത്തെ പണിയല്ല. പിടികിട്ടിയോ? നമുക്കും പലപ്പോഴും ഇതാ, നമുക്ക് ഈ പരാതി പറയുന്ന ശൈലിയാണ്. നമ്മൾ ചില വീടുകളിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാം അതിപ്പം പണ്ട് ഭർത്താക്കന്മാരുടെ കാര്യത്തിലും ആണുങ്ങളുടെ കാര്യത്തിലും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആണും പെണ്ണൊന്നും തിരിച്ചു വ്യത്യാസമില്ല. എന്താ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്
ഒരു വീട്ടിൽ എന്ത് കൊടുത്താലും പരാതിയുള്ളൂ. ആണാണോ പെണ്ണാണെന്ന് ഞാൻ പറയുന്നില്ല. അവസാനം ഒരു കുഴപ്പവും പറയാതിരിക്കാൻ വേണ്ടി ഒരു മുട്ട എന്തായാലും അദ്ദേഹത്തിന് കിട്ടണം. ഒരു മുട്ട കൊടുത്തു, ഒരെണ്ണം ബുൾസായി അടിച്ചു, ഒരെണ്ണം ഓംലെറ്റ് അടിച്ചു, ഒരെണ്ണം ചിക്കി കൂട്ടി വെച്ചു, ഒരെണ്ണം പുഴുങ്ങിയും വെച്ചു. അപ്പം എല്ലാം എടുത്ത് കഴിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞു, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ചെയ്ത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. എന്നാന്ന് ചോദിച്ചു, പൊരിച്ച മുട്ടയായിരുന്നു പുഴുങ്ങേണ്ടിരുന്നു, പുഴുങ്ങിയ മുട്ടയായിരുന്നു പൊരിക്കേണ്ടിരുന്നു പറഞ്ഞു. മുട്ട മാറിപ്പോയെന്ന് പറയും. ഇത് നമ്മൾ ചിലരുടെ ജന്മവാസന, എന്ത് കണ്ടാലും കുറ്റം പറയും. ഈ കുറ്റം പറഞ്ഞ് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വെച്ച സ്നേഹമുള്ളിടത്ത് ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു നോക്കുക. സ്നേഹമുള്ളിടത്ത് ഭാരം തോന്നില്ല, അവിടെ ലാഭം നോക്കില്ല, പരാതി പറയില്ല. പരാതി പറയുന്നത് സ്നേഹം പൂർണ്ണതയിലേക്ക് വളരുന്നതിനുള്ള ശ്രമം നടക്കാത്തതിന്റെ ഫലമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഉപസംഹരി 8:5 എന്നല്ലേ പറഞ്ഞാ 8:5 ഓക്കെ. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടി നമുക്ക് ഉറങ്ങുവാൻ ഇന്നിപ്പോൾ സായാഹ്നമാണല്ലോ. ഇവിടെ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ ചെന്ന് വീട്ടിൽ എന്തെങ്കിലും തട്ടുമുട്ട് വഴക്കുണ്ടായാൽ നമ്മുടെ സമാധാനം പോയി. ഇപ്പം വലിയ സമാധാനത്തോടെ എല്ലാവരും ഇരിക്കുന്നത്. ഈ കഞ്ഞിയുടെ സമയത്ത് തർക്കം ഉണ്ടാകാതിരുന്നാൽ മതി, മൊത്തം സമാധാനം അങ്ങ് പോകും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു തർക്കം നമ്മുടെ ഭാഗത്ത് പരിപൂർണ്ണ ന്യായമെന്ന് വെച്ചു എങ്കിൽ പോലും ഒരു ഡിസ്പ്യൂട്ട് തർക്കം നമുക്ക് ഉണ്ടായെന്ന് കരുതുക. നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവുമോ? നമ്മൾ ആരെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും കടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകും. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓടി പ്രയത്നിച്ച് ത്യാഗം ചെയ്യുന്ന വ്യക്തിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പം പലർക്കും ഉറക്കമില്ലാത്തതിന്റെ വിഷയമല്ല, കഷ്ടപ്പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഓടുന്നിടത്തോളം ഓടിയാൽ നമുക്ക് ഉറക്കത്തിന് പ്രശ്നമില്ല, അപ്പം സമാധാനമുണ്ട്. അപ്പം ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ രാത്രിയിൽ സംതൃപ്തിയോടുകൂടി ഉറങ്ങാൻ പോകുന്ന വ്യക്തി പോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം സംതൃപ്തിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ മെച്ചപ്പെടുത്തി എടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന ശൈലി, മനോഭാവത്തിൽ അല്പാൽപ്പം മെച്ചപ്പെടുത്തലുകൾ വന്നാൽ നമുക്ക് സംതൃപ്തിയോടെ കഴിയാൻ കഴിയണം. ഉൽപ്പത്തി പുസ്തകം 25-8 വാക്യത്തിൽ അബ്രാഹാം വയോധികനും സംതൃപ്തനുമായി മരിച്ചു എന്നാ പറഞ്ഞത്. നമുക്ക് ജീവിതത്തിന്റെ ആത്യന്തിക ഫലം എന്താ? സംതൃപ്തിയോടുകൂടി മരിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ മക്കള് അവർ വഴിതെറ്റിപ്പോകാതെ, അന്യമതസ്ഥരിലേക്ക് പോകാതെ, വേറെ മറ്റു പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാതെ, വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച് കാണണം എന്നൊരു ആഗ്രഹമല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഇപ്പം എല്ലായിടും തീർന്നു. എന്ത്? എനിക്കിഷ്ടം പോലെ കാശുണ്ടാക്കി തന്നെ, വിദേശത്ത് പോയി കാശ് കിട്ടണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെയായിരുന്നു ഒരു 10 കൊല്ലം മുമ്പുള്ള എല്ലാവരുടെയും ചിന്ത. ഇപ്പം അതെല്ലാവരും വിട്ടു. എല്ലാവരും വിട്ടു. ഇപ്പം എല്ലാവർക്കും ഒരേ ഒരു ചിന്തയുള്ളൂ, ഇവരായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇത് കഴിഞ്ഞ് കൂടിയാൽ മതി. ആ ഭാര്യയും ഭർത്താവും ഒരു കല്യാണം കഴിച്ച് വിട്ടെന്ന് വെച്ചു, പെണ്ണിനെ ആകട്ടെ ചെറുക്കനെ ആകട്ടെ, ഞങ്ങൾക്ക് ഒന്നും തന്നില്ലേലും വേണ്ടിയില്ല, അവർ സമാധാനമായിട്ട് ജീവിച്ചാൽ മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നല്ല അമ്മമാരും അപ്പന്മാരും കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അല്ലാത്തവരങ്ങനെ ചിന്തിക്കണം നിർബന്ധമില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അത് ജീവിതത്തിൽ സായാഹ്നത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് നന്മ കണ്ട് കടന്നു പോകാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് ഉപസംഹരിക്കാം. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയണം. അതിനകത്ത് ആരും വ്യത്യസ്തരല്ല. വൈദികനെന്നോ സമർപ്പിതരെന്നോ മെത്രാന്മാരെന്നോ ആരും വ്യത്യസ്തരല്ല. അൽമായരെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. നമുക്കുണ്ടാകുന്ന വീഴ്ചയും കുറവും നന്മയും എല്ലാവരുടേതുമാണ്. നമ്മൾ എൻ്റെ ഭാഗമല്ല എന്ന് കരുതി അയൽപക്കംകാരനെയും ഇടവകക്കാരനെയും മറ്റൊരു വാർഡുകാരനെയും സംഘടനക്കാരനെയൊക്കെ കാണുമ്പോഴാണ് അവനെ നമുക്ക് വെറുക്കാനും മാറ്റി നിർത്താനും തോന്നുക. അത് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഒരു കാര്യം ഓർക്കുക, സദ്വാർത്തയുടെ പ്രവാചകരായി നമ്മൾ മാറണം. സദ്വാർത്ത, നല്ല വാർത്തയുടെ പ്രവാചകരായി മാറണം. ഈശോ ജനിച്ചതിന് സന്തോഷകാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശോ ജനിച്ചപ്പോൾ മാലാഖ പറഞ്ഞത് ഇപ്രകാരമാണല്ലോ, ഇതാ സകല ജനത്തിനും സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നത് ഇവിടെയുള്ള ആളുകൾക്ക് സന്തോഷത്തിന്റെ ഒരു സാന്നിധ്യമായി മാറണം. വികാരിയച്ഛൻ ഇവിടെയുള്ള ജനത്തിന്, അത് ഈ ഇടവക്കാർക്ക് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്ക് സന്തോഷത്തിന്റെ സാന്നിധ്യമായി മാറണം. നിങ്ങൾ കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബത്തിലെല്ലാവർക്കും സന്തോഷത്തിന്റെ സാന്നിധ്യമായി മാറണം.
നിങ്ങളുടെ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അതുപോലെയാകാൻ കഴിയണം. അല്ലാതെ നമ്മൾ താൽക്കാലിക മിടുക്കിന് വേണ്ടി വഴക്കാളികളായി തെറ്റായി പ്രവർത്തിച്ചു നിന്നാൽ നമുക്ക് ജീവിത സംതൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവനവന് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യം ചേർത്ത് അവസാനത്തെ ക്യാപ്സ്യൂൾ പറയുകയാണ്. മറ്റൊന്നുമല്ല, ജീവിതം ചെറുതും സ്നേഹം വലുതുമാണ്. ജീവിതം ചെറുതും സ്നേഹം വലുതുമാണ്. ജീവിതം ചെറുതും സ്നേഹം വലുതുമാണ്. 100 വർഷം ജീവിച്ചാലും 35,000 ദിവസമേ നമുക്കുള്ളൂ. അതേസമയം ഈ 35,000 ദിവസം ജീവിക്കാൻ വേണ്ടി പൈസ സ്വരുക്കൂട്ടി വെച്ച് എത്രയോ കോടികളാ കൂട്ടി വെക്കുന്നത്. എന്ത് ചെയ്യും? അവസാനം ഇതെല്ലാം ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയുമില്ലാതെ നമ്മൾ കോവിഡ് കാലം മുതൽ കാണുന്നുണ്ടല്ലോ, പൈസ എന്ത് ചെയ്യുമെന്ന് ആർക്കും കൊടുക്കാനായിട്ട് മനസ്സുമില്ല, മനസ്സിലാകെ അസ്വസ്ഥതയാകും. ഞാൻ പറഞ്ഞ അസ്വസ്ഥത എന്നുള്ള പോയിന്റ് ചെന്ന് എത്തിയിരിക്കും. അതുകൊണ്ട് ജീവിതം ചെറുതും സ്നേഹം വലുതുമാണ് എന്ന ബോധ്യത്തിൽ സ്നേഹത്തിൽ അനുദിനം വളരുവാൻ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധ കുർബാനയും ആ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ദേവാലയമായി മാറുന്ന നമ്മുടെ ദേവാലയവും, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ ഇത് ദേവാലയമല്ല, അത് ഓർത്തോണം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ ചെന്ന് ചെറിയ ഓരോ ദേവാലയങ്ങളായിട്ട് നിങ്ങൾ വീട്ടിലാകുവാനും വീടിനെ ദേവാലയമാക്കി മാറ്റുവാനും അതിലൂടെ സഹമനുഷ്യർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത് ജീവിതം ചെറുതും സ്നേഹം വലുതുമാണെന്ന ബോധ്യത്തോടു കൂടി മുന്നേറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ദീപികയുടെ വലിയ ദൗത്യം അത് എന്നും തുടരേണ്ടത് കാലഘട്ടത്തിൽ സഭയുടെ മാത്രമല്ല സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അനിവാര്യമായതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഉപസംഹാര പ്രാർത്ഥന ഉണ്ടാകും എന്ന് കരുതി ഇല്ലേ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയോട് ഉപസംഹരിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യുശ്വനും ശ്രീകൃഷ്ണനും ഇവിടെ ആയിരിക്കുന്ന കൈക്കാരന്മാരും എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നെ കൂടി സ്മരിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടുകാട്ടച്ചൻ ഒരുപക്ഷെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകളിൽ പ്രവർത്തിച്ച് വളരെയേറെ ആ കാര്യങ്ങളിൽ പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. അച്ഛൻ ഇടവകയില് അജപാലകനായി വികാരിയായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒരു രൂപതയുടെ ഭരണ നിർവഹണത്തിൽ സഹകരിച്ചുകൊണ്ട് വികാരി ജനറൽ ആയിരുന്നിട്ടുണ്ട്. ആ രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആശുപത്രിയുടെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദീപികയുടെ മേഖലയുമായിട്ട് ശുശ്രൂഷ, അങ്ങനെ വൈവിധ്യങ്ങളാർന്ന മേഖലകളിൽ തൻ്റെ പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തി വചനത്തെ വളരെ പ്രായോഗികമായ രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പകർന്നു തരികയായിരുന്നു. വളരെ ലളിതമായി സരസമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളോട് ബന്ധപ്പെടുത്തി ആ വചനത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അച്ഛൻ പകർന്നു തന്നു. വലിയ കരുതലോടും വലിയ ഒരു സ്നേഹത്തോടും കൂടിയാണ് അച്ഛൻ നമ്മുടെ ഈ കൂട്ടായ്മയിലായിരുന്നത്. അച്ഛനെ നമുക്ക് ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കാം. അച്ഛൻ നമ്മളോട് കാണിച്ച സ്നേഹത്തിനും വലിയ ശുശ്രൂഷയ്ക്കും അച്ഛന് ഈ പാറമ്പുഴ ഇടവക സമൂഹം ഒന്നു ചേർന്ന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.